ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു യൂണിഫോം സെറ്റാണ്. നമ്മുടെ ഡാൻസ് ക്ലാസ്സിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു യൂണിഫോം സെറ്റാണ്. അപ്പോൾ ടോപ്പും പാൻറ്റുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ടോപ്പിന് നമ്മൾ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 വയസ്സുള്ളൊരു കുട്ടിയുടെ അളവിന് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ മെഷർമെൻ്റ് എല്ലാം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻറ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടാൽ മതി. അടുത്ത വീഡിയോയിൽ നമ്മളിത് ക്ലിയർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മെയിൻ ക്ലോത്താണ് ഇവിടെ എടുത്തേക്കുന്നത്. ഷോൾഡർ 5.25 ഷോൾഡറിൻ്റെ പകുതി, 10.5 പകുതി 5.25 നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. താഴോട്ട് ആം ഹോൾ 4 മാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ചെസ്റ്റ് നമ്മൾ കൊടുത്തേക്കുന്നത് 6.25, 23 2 ഇഞ്ച് കൂട്ടി. അപ്പോൾ 25 4 ഡിവൈഡ് ചെയ്ത് 6.25. താഴോട്ട് നമ്മൾ വേസ്റ്റ് കൊടുത്തേക്കുന്നത് 9.5 അവിടെ 6.25 തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഷേപ്പൊന്നും കാണത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ഹിപ്പ് കൊടുക്കുന്നത്, ഹിപ്പെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്ലിറ്റ് കൊടുക്കുന്നത് 13 അവിടെ 6.25 തന്നെയാണ്. 2 ഇഞ്ച് വീതം നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ശ്രദ്ധ കുറഞ്ഞാൽ മിസ്റ്റേക്ക് വരും. അപ്പോൾ 27 നമ്മുടെ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത്. 27 2 ഇഞ്ച് കൂട്ടി, നമ്മുടെ തയ്യൽ തുമ്പും അടിഭാഗം മടക്കി അടിക്കാനും എല്ലാം കൂടെ കൂട്ടി 2 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 27, 28, 29 നമ്മൾ ടോട്ടൽ മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. സ്ലിറ്റിൻ്റെ വീതി നമ്മൾ കൊടുക്കാൻ പോകുന്നത് 8.5. 8.5 മതി, ഒരുപാട് വിരിഞ്ഞൊന്നും നിൽക്കണ്ട. അത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും, അരമണ്ഡലത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ 8.5 ഒരു ഹാഫ് മാർക്ക് ചെയ്തേ. ഹാഫിൻ്റെ അവിടെ നിന്നൊരു 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കതിന് സ്ലോപ്പ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഈ സൈഡ് മാത്രം താഴോട്ട് തൂങ്ങിക്കിടക്കും. ആം ഹോളും നമ്മൾ 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതേ രീതി നമുക്ക് ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ 2 ഇഞ്ച് കുറച്ച് നമ്മൾ ഈ 24 നമ്മുടെ ടോട്ടൽ ലെങ്ത്ത്, അതിൽ നിന്ന് ഒരു 23 22 ഇട്ട് വെട്ടിയാൽ മതിയേ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തുണി 4 തന്നെ മടക്കിയിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ടേപ്പ് വെച്ചേക്കുന്ന ഭാഗം വെട്ട് വരാത്ത ഭാഗമാണ്. അപ്പോൾ 3 നമുക്ക് ടോട്ടൽ സ്ലീവ് വേണ്ടത്. അപ്പോൾ എന്താ പറയുക, ഒരു 4.5 തയ്യൽ തുമ്പൂടെ കൂട്ടി ഒരു 4.5 നമുക്കൊരു ലൈൻ വരച്ചെടുക്കാം. എന്താ ഇതേപോലെ 4.5 നമുക്ക് എത്രത്തോളം പഫ് വേണോ അത്രത്തോളം നമുക്ക് എടുക്കാം. എന്നിട്ട് ഒരു 2 ഇഞ്ച് പൊക്കിയെടുക്കാം നമുക്ക്. കാരണം പഫ് ഒന്ന് പൊങ്ങി നിൽക്കണ്ടേ. അത് നമുക്ക് ഈ നമ്മൾ വരച്ച വരയിലോട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ടോട്ടൽ ഞാനിവിടെ പഫ് എടുക്കുന്നത് 14. 14 അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് നമ്മൾ കൈ വരയ്ക്കില്ലേ, അതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അത് പെർഫെക്റ്റ് ആകണമെന്നൊന്നുമില്ല, കാരണം നമ്മുടെ പഫ് വരുമ്പോൾ തന്നെ ഈ നമ്മുടെ കൈ ഇപ്പം നമ്മൾ ചരിച്ച് വരച്ചില്ലേ, അത് ക്ലിയർ ആയിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ അതും കട്ട് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് പാൻറ്റ് നോക്കാം. അപ്പോൾ പാൻറ്റ് നമുക്ക് 2 ലെയറായിട്ടാണ് വരേണ്ടത്. പാൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 24. അപ്പോൾ മുകളിലത്തെ ലെയറിന് നമുക്ക് വേണ്ടത് 7 ഇഞ്ചാണ്. ഓക്കെ, 7 ഇഞ്ചിൽ നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നത് 1 ഇഞ്ചിലാണ്. അപ്പോൾ ഇലാസ്റ്റിക് 1 ഇഞ്ച് വെക്കണമെങ്കിൽ 3 ഇഞ്ചിൻ്റെ ലെങ്ത്ത് വിടണം. ഓക്കെ, മുകളിൽ 3 ഇഞ്ചിൻ്റെ ലെങ്ത്ത് വിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ 1 കിട്ടും. അപ്പോൾ 7ൽ നിന്ന് 1 പോയാൽ ബാക്കി 6 നമുക്ക് വേണ്ടത്. അപ്പോൾ 6ൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് മാറ്റിക്കളഞ്ഞാൽ അത് 6.5 ഓക്കെ, അതാണ് മുകളിലത്തെ പോർഷൻ നമുക്ക് വേണ്ടത്. താഴത്തെ പോർഷൻ അപ്പോൾ നമുക്ക് വേണ്ടത് 24ൽ നിന്ന് 7 പോയാൽ ബാലൻസ് നമുക്ക് വേണ്ടത് 17. 17ൻ്റെ കൂടെ നമ്മുടെ പാൻറ്റിൻ്റെ അടിഭാഗം മടക്കിയൊക്കെ അടിക്കണമല്ലോ. അതിനു വേണ്ടി നമ്മളൊരു 3 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 20 താഴത്തെ ഭാഗത്ത് നമ്മൾ ടോട്ടൽ ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ലെങ്ത് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് വെട്ടിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ ഹിപ്പിൻ്റെ അളവെന്ന് വെച്ചാൽ 24 തന്നെയാണ്. ആ 24ൻ്റെ കൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് ഒരു 10 ഇഞ്ച് കൂട്ടി ഇട്ട് കൊടുക്കണം. അപ്പോൾ 24 + 10
നമുക്ക് 34 കിട്ടും. 34നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ലെങ്ത്താണ് നമ്മൾ മുകളിലെ ഹിപ്പിൻ്റെ ലെങ്ത്ത്. തുണി നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടാണ് വെട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8.5 ഓക്കെ. നമ്മൾ താഴത്തെ പോർഷനാണ്, പാൻറ്റിൻ്റെ താഴത്തെ പോർഷനാണ് എടുക്കുന്നത്, ചുരുക്കിട്ട് കൊടുക്കുന്ന പോർഷൻ. അപ്പോൾ ഞാനത് ടോട്ടൽ 20 എടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല ചുരുക്കിട്ട് കൊടുക്കാം എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ടോട്ടൽ നമുക്ക് 1.5 മീറ്റർ തുണിയുണ്ട്. അപ്പോൾ ആ തുണി മൊത്തം യൂസ് ചെയ്യാം. അതുമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ അരമണ്ഡലത്തിലിരിക്കുമ്പോൾ പാൻറ്റ് പൊട്ടിപ്പോകാനൊന്നും ചാൻസ് ഉണ്ടാവുകയില്ല. അപ്പോൾ താഴെ നമ്മൾ 5.5 കൊടുത്തിട്ടുണ്ട്. 5.5 തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 20ൽ നിന്ന് നമുക്ക് താഴോട്ട് ജോയിൻ ചെയ്തെടുക്കാവേ. ഇത് ചുരുക്കിട്ട് കൊടുക്കാം, നല്ല ചുരുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്കിത് താഴത്തെ പോർഷനോട് കട്ട് ചെയ്തെടുക്കാവേ. താഴത്തെ അല്ല, മുകളിലത്തെ പോർഷനെ. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്രയാണ്? 7 അല്ലേ വേണ്ടത്. അപ്പോൾ തയ്യൽ തുമ്പൂടൊക്കെ കൂട്ടിയിട്ട് നമുക്ക് 9.5 ലെങ്ത്ത് വേണ്ടത്. ഞാൻ ആ തുണി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുത്തതാണ്. അപ്പോൾ 9.5 ലെങ്ത്തും മാർക്ക് ചെയ്തു. വിത്ത് നമുക്ക് 8.5 മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 10.5 മാർക്ക് ചെയ്തത്. തയ്യൽ തുമ്പൊക്കെ പൊക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. 8.5 മതി. നമുക്ക് വേണ്ടിടത്തോളം നമ്മുടെ എലാസ്റ്റിക് കിടന്ന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനെ ജോയിൻ ചെയ്തെടുത്ത് ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാവേ. പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. 2 പീസായിട്ടായിരിക്കും പാൻറ്റ് കിട്ടുന്നത്. അപ്പോൾ അതിനെ ആദ്യം ജോയിൻ ചെയ്തെടുത്തിട്ട് മുകൾ ഭാഗം ഒന്ന് മടക്കി അടിക്കുക. ഒന്ന് മടക്കി അടിച്ച് ആ 2 ഭാഗവും അപ്പുറവും ഇപ്പുറവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഈ സൈഡും മടക്കി അടിച്ചു, അതേപോലെ അപ്പുറത്തെ സൈഡും മടക്കി അടിച്ചു. ഇനി 1 ഇഞ്ചിൽ ഇലാസ്റ്റിക് ഇടാനുള്ള ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. അതും കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ആയ ഭാഗവും കൂടെ അടിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് പാൻറ്റിൻ്റെ താഴ്ഭാഗം അടിക്കുവാണ്. ആദ്യം ഒരു മടക്കി അടിച്ചു, വീണ്ടും ഒന്നുകൂടെ, പിന്നെ 3rd വട്ടം ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു 2-3 സ്റ്റിച്ച്, ഇപ്പം ഞാൻ 4 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പാൻറ്റിൻ്റെ അടിഭാഗത്താണ്. എന്നിട്ട് നമുക്ക് പാൻറ്റിൻ്റെ താഴത്തെ വിട്ട് 4.5 ഞാൻ പാൻറ്റ് മേളിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. മേളിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ മുകളിൽ നിന്നൊരു 6.5 ഇഞ്ച് വിട്ടിട്ട് വേണം ജോയിൻ ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ 2 കാലും അടിച്ചെടുത്തിട്ട് ഈ 6.5 വിട്ടിട്ടില്ലേ നമ്മൾ, ആ 6.5 ഓപ്പോസിറ്റ് സൈഡും വെച്ചിട്ട് ആ 6.5 ഒന്ന് നമുക്ക് ഇതേപോലെ കറക്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ ജോയിൻ ചെയ്യുന്നിടത്തെല്ലാം ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ 4 ഓരോ ഭാഗത്തും പിന്നെ കുത്തി കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 4ആയിട്ട് വരുന്ന ഭാഗത്ത്. എന്നിട്ട് നമുക്ക് ഈ എക്സ്ട്രാ കിടക്കുന്ന പീസസ് എല്ലാം നമ്മുടെ മുകളിലത്തെ പോർഷന് ചേരുന്ന രീതിയിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതും കഴിയുമ്പോൾ നമ്മുടെ ഈ പാൻറ്റിൻ്റെ വർക്ക് കഴിയും കേട്ടോ. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ 4 സൈഡിലും ഈവനായിട്ടുള്ള പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സൈഡിൽ 4 പ്ലീറ്റ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 4 സൈഡിലും 4 പ്ലീറ്റ്സ് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്രണ്ടിലും ബാക്കിലുമായിട്ടാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കറക്റ്റ് ഈവനായിട്ട് പിന്ന് കുത്തിയിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനേ. അപ്പം ഇവിടെയും നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് ഹിപ്പ് നമുക്ക് 24ലാണ്. അപ്പോൾ
2 ഇഞ്ച് കുറച്ച് 2-3 ഇഞ്ച് കുറച്ച് നമുക്ക് 21-ലാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കത് പാൻറ്റിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക് ഉള്ളിലിടുമ്പോൾ ഇലാസ്റ്റിക് ഉള്ളിൽ കിടന്ന് വളഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വളഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇലാസ്റ്റിക്കായി ഇട്ട ഭാഗം ഒന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കണം. ഇതേപോലെ ഉള്ളിലേക്ക് വെച്ച് ഒരു സ്റ്റിച്ച് ഇട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻറ്റ് ഇതാ തിരിച്ചിടുമ്പോൾ ഇതേപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് പാൻറ്റിൻ്റെ ലെങ്ത് ഒന്ന് അളന്ന് നോക്കിയാലോ. അപ്പോൾ മുകളിൽ നിന്ന് കറക്റ്റ് വെച്ച് താഴോട്ട് അളക്കുക. കറക്റ്റ് 24 കിട്ടുന്നുണ്ട് നമ്മുടെ പാൻറ്റിൻ്റെ ലെങ്ത്ത്. ഈ ഒരു മെത്തേഡ് തന്നെയാണ് നമുക്ക് വലിയവരുടെ പാൻറ്റിനും ഇടുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഞാൻ 2 ക്രോസ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്കിൻ്റെ. അപ്പോൾ നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് നോക്കാവേ. ക്യാൻവാസിലാണ് നെക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് വീതിയിലാണ്. താഴോട്ട് 3.5 അപ്പോൾ 4 ആണ് ഇട്ട് വെട്ടുന്നത്. 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് വെട്ടുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഫ്രണ്ടും ബാക്കും നമുക്ക് വെട്ടിയെടുക്കാം. 3.5 ഫ്രണ്ടും ബാക്കും. അപ്പോൾ 4 ഇട്ടാണ് വെട്ടുന്നത്, 1/2 ഇഞ്ച് കൂട്ടി. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാം. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ നല്ല തുണിയിൽ നല്ല ഭാഗമാണ് മുകളിൽ ഇരിക്കുന്നത്. പിന്നെ ലൈനിങ് അതിൻ്റെ മുകളിലാണ് നമ്മൾ ക്യാൻവാസ് ഷീറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ നെക്ക് അടിച്ചെടുത്തു. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു മാർക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ചെറിയ കട്ടിട്ട് കൊടുക്കുവാണ്. ഇനി ഇതിനെ മുകളിലേക്ക് നിവർത്തി വെച്ചിട്ട് പതിച്ചടിക്കുവാണ്. ഇതുപോലെ ഇനി ഇതിനെ നൂത്തിട്ടിട്ട് നമുക്ക് സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇത് ഫ്രണ്ടാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ക്യാൻവാസിൽ അതിൻ്റെ സൈഡ് രണ്ടും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ നമുക്ക് ഈ നെക്കിൽ വെച്ച് പൈപ്പിങ് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കറക്റ്റായിട്ട് മനസ്സിലാവാത്തവരാണെങ്കിൽ നമ്മുടെ പേജിൽ നമ്മൾ ഈ പൈപ്പിങ് വെക്കുന്നതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് ഇതിനെ തിരിച്ച് വെച്ച് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതേ രീതിയിൽ നമുക്ക് ബാക്കിനെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പോൾ ബാക്കിനൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ആണേ. അകത്തിരിക്കുന്നതാണ്, നമുക്ക് അകത്തോട്ട് നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് നല്ല ഭാഗം. അപ്പോൾ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഞാനൊരു താഴോട്ടൊരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്നത്. ബാലൻസാണ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഈ മാർക്കിങ്ങൊക്കെ ഒന്നുകൂടെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് ഞാൻ തുണി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഷോൾഡറിൽ നിന്ന് 4 മാർക്ക് ചെയ്തു. ആം ഹോളിന് അവിടെ നിന്നും 6.25 മാർക്ക് ചെയ്തു. ചെസ്റ്റ് താഴോട്ട് 9.5 അവിടെ നിന്നും 6.25 മാർക്ക് ചെയ്തു. അവിടെ നിന്ന് സ്ലിറ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് 13 അവിടെ 6.25 തന്നെ മാർക്ക് ചെയ്തു. ഇനി നമുക്കിതിനെല്ലാം ജോയിൻ ചെയ്തെടുക്കാവേ. ഇനി 1/2 ഇഞ്ചിൽ നമ്മൾ ആം ഹോള് ചരിച്ച് വെട്ടി. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. ബാക്ക് സൈഡും അതേപോലെ മാർക്ക് ചെയ്തെടുക്കാവേ. 2 സൈഡും പിന്നെ ഊട്ടി വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് നമ്മൾ വരച്ച ആ ലൈനിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു.
ഇനി പിന്നൊക്കെ ഊരിയിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളുടെ ഷോൾഡർ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാവേ. എപ്പോഴും ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പതിച്ചടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ അത് പെർഫെക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഇനി അതിൻ്റെ ഫ്രണ്ട് ആം ഹോള് ഒന്ന് എടുത്ത് വെട്ടാം. അര ഇഞ്ച് എടുത്ത് വെട്ടുന്നുണ്ട് ഇതേപോലെ. ഇനി അത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കൈയെടുത്ത് കൈയുടെ അടിഭാഗം ഒന്ന് മടക്കി അടിക്കാവേ. ഇതേപോലെ മടക്കി അടിച്ച് ഇനി ഒന്നുകൂടെ ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ചു കൊടുക്കുവാണ്. ഇനി മുകളിലത്തെ ഭാഗത്ത് നമുക്ക് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാമേ. ഇപ്പം ഞാൻ വലത്തേക്കാണ് ഇട്ട് കൊടുക്കുന്നത്, മുകളിലത്തെ ഭാഗമേ. ഇതേപോലെ ഇട്ട് കൊടുത്ത് ഇനി താഴോട്ട് നമുക്ക് ഇടത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ മുകളിലത്തെ ഭാഗം വലത്തോട്ടാണ് ഇട്ടെങ്കിൽ താഴത്തെ ഭാഗം ഇടത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നാലേ ആ പഫ് നന്നായി വിരിഞ്ഞ് നിൽക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ വിരിഞ്ഞ് നിൽക്കത്തില്ല, ഒതുങ്ങി നിൽക്കും നമ്മൾ ഒരേ സൈഡിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതാ ഇതേപോലെ 2 സ്ലീവ്സും അടിച്ചെടുക്കാം. അപ്പോൾ 2 സ്ലീവ്സും അടിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോപ്പ് തിരിച്ചിട്ട് കൊടുത്ത് നല്ല ഭാഗവും കൂടെ ജോയിൻ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് സ്ലീവ്സ് കറക്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ സ്ലീവിലും ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതേപോലെ 2 സ്ലീവ്സും അടിച്ചെടുക്കാവേ. നമുക്ക് സ്ലീവൂടെ മാർക്ക് ചെയ്തെടുക്കാം. 3.5 നമ്മുടെ സ്ലീവ് വരുന്നത്. അത് മാർക്ക് ചെയ്തിട്ട് നമുക്കത് സ്ലിറ്റിലോട്ട് അടിച്ച് ജോയിൻ ചെയ്യാം. പിന്നെ നമ്മൾ എക്സ്ട്രാ എത്ര തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണോ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബാലൻസ് വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് സ്ലിറ്റ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 1 ഇഞ്ച് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് വീതിയിൽ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. താഴോട്ട് 8 ഇഞ്ച് വീതിയിലാണ്. അപ്പോൾ അത് ജോയിൻ ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന പീസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. അപ്പോൾ താഴത്തെ ഭാഗവും ഈവനായിട്ട് കട്ട് ചെയ്തെടുത്തേ. ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കാം. അപ്പോൾ ആദ്യം ഞാൻ ലൈനിങ്ങും തുണിയും കൂടെ ജോയിൻ ചെയ്തെടുക്കുവാണ്. എന്നിട്ട് ആദ്യം ഒരു 1/2 ഇഞ്ച് ഭാഗത്തിൽ മടക്കി അടിക്കുവാണ്. ബാക്ക് സൈഡും 1/2 ഇഞ്ചിലെ നമ്മൾ 1 ഇഞ്ചല്ലേ വിട്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഹാഫ് മടക്കി 1/2 ഇഞ്ചാവും. അപ്പോൾ സ്ലിറ്റ് ഒന്ന് വിരിച്ച് വെച്ചിട്ട് ഞാൻ പിന്ന് കുത്തി കൊടുക്കുവാണ്. ഇനി നമുക്ക് ഒരു മുകൾ ഭാഗത്ത് നിന്ന് പകുതി ഭാഗത്ത് നിന്ന് സ്ലിറ്റ് ഇതേപോലെ അടിച്ചെടുക്കുക. ഇതാണ് കേട്ടോ എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള മെത്തേഡ്. ഞാൻ എല്ലാ സ്ലിറ്റും ഇങ്ങനെ തന്നെയാണ് ഇരിക്കാറ്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ആ ഒരു മുകൾ ഭാഗത്തു നിന്ന് താഴോട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഈസി മെത്തേഡ് കേട്ടോ. ഇത് ഞാൻ ഈ ഹാക്ക് ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു പഠിച്ചെടുത്ത ഹാക്കാണ്. അപ്പോൾ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് സ്ലിറ്റ് പതിച്ചടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെയും വർക്കെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഔട്ട്ലുക്ക് കണ്ടാലോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ബൈ.